വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് SPMAയുടെ ഷെഡ്യൂൾഡ് ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് അലോട്ട്മെന്റ് ഡേറ്റ്സും കാര്യങ്ങളും കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇതിന്റെ അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്ത് മുൻകൂറായിട്ട് നിങ്ങൾക്ക് നമ്മുടെ SPMAയിൽ വന്നിട്ടുള്ള ഷെഡ്യൂൾസ് പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ ഉള്ളതാണിത്. ഇഷ്യൂ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 8/8 താല്പര്യമുള്ള കുട്ടികളെല്ലാം തന്നെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. അതായത് ഇതിലേക്ക് നമുക്ക് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിനും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിന് വേണ്ടിയിട്ടും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ BSc നഴ്സിംഗിന് PNC MAK AMCS FNCK അസോസിയേഷൻ പോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസിനുള്ള അസോസിയേഷൻ വഴിയുള്ള അഡ്മിഷനും കാര്യങ്ങളുമാണ് ഇതുവഴി നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊന്നും വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കുറച്ച് ഓപ്ഷൻസ് മാത്രമായിരിക്കും വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ്, ഇഷ്ടപ്പെട്ട കോഴ്സ് അനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻ വെക്കേണ്ടത്. വെറുതെ ചുമ്മാ ഇഷ്ടപ്പെടാത്ത കോളേജ് വെച്ചതിന് ശേഷം അലോട്ട്മെന്റ് കിട്ടി ഇനി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതിരിക്കുക. ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് വേണ്ടി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 8 അപ്പൊ സെപ്റ്റംബർ 8 വരെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റ് വരുന്നത് 12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് 14 നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതും ജോയിനിങ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഡേറ്റ് ആയിട്ട് പറയുന്നത് 17 അതുപോലെ തന്നെ ജോയിനിങ് ചെയ്യാത്ത കുട്ടികളുടെയും ജോയിനിങ് ചെയ്ത കുട്ടികളുടെയും ലിസ്റ്റ്, വാക്കൻസി ലിസ്റ്റ് വരുന്നത് 19 സെപ്റ്റംബർ 19 സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ 22 അത് കഴിഞ്ഞ് ഏതൊക്കെ കുട്ടികളാണ് ജോയിൻ ചെയ്തത്, ജോയിൻ ചെയ്യാത്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നോർമലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് ചെയ്യാം എന്നൊരു കാര്യം ഇവിടെ പറയുന്നേ ഇല്ല. അതിനർത്ഥം എന്താണ്, നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ റീഅറേഞ്ച്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്ഷൻസ് വെക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻസ് വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വെച്ച ഓപ്ഷൻസ് പിന്നീട് മാറ്റാനോ റീഅറേഞ്ച്മെന്റ് ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. കാരണം കുറച്ച് ഓപ്ഷൻസ് ആണ് നമ്മൾ വെക്കുന്നത്. തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 29 അതിനുശേഷം ഡേറ്റ് ഓഫ് ജോയിനിങ് ആൻഡ് ഫീ റെമിറ്റൻസ് എന്ന് പറയുന്നത് നവംബർ 2 അത് കഴിഞ്ഞിട്ട് ജോയിനിങ് ആൻഡ് നോൺ ജോയിനിങ് കാൻഡിഡേറ്റ്സിന്റെ നമുക്ക് സൈറ്റിൽ വരുന്നതായിരിക്കും. അത് വരുന്നത് നവംബർ 3 അപ്പോൾ നവംബർ വരെയൊക്കെ നീണ്ടുപോകും എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് സീറ്റിന് വാക്കൻസി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. പ്രിയർ അപ്രൂവൽ ഫ്രം ദ കമ്മിറ്റി, ഇത് അവരുടേതായ അസോസിയേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ ആസ് പെർ ASC പെർമിഷൻ ഓർഡർ അനുസരിച്ചായിരിക്കും. അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യുന്നത് നവംബർ 5 ആകുമ്പോഴേക്കും അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓൾറെഡി ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ LBS BSc നഴ്സിംഗ് അതുപോലെ PNC MAK AMCS FNCK GNM ANM അങ്ങനെ ഒരുപാട് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടക്കുകയാണ്. ഓവറോൾ ഒരു നവംബർ ലാസ്റ്റ് വരെയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതായത് BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കലിന്റെതും. BSc നഴ്സിംഗിന്റെ ഓൾറെഡി INC വന്നിട്ടുണ്ട് നമുക്ക് അപ്ഡേറ്റ്. ഒരു സെപ്റ്റംബർ 30 ആകുമ്പോൾ അഡ്മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫുൾ ക്ലോസ് ചെയ്യണം എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് തന്നെ പാരാമെഡിക്കലിനും ഒരു നവംബർ ഒക്കെ ആകുമ്പോഴേക്കും, നവംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കാം. ഈ അപ്ഡേറ്റ്സിന് എന്തെങ്കിലും മാറ്റമൊക്കെ വരുവാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ SPMAയിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. LBS വഴി കിട്ടിയ കുട്ടികൾക്ക് SPMAയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ LBS വഴി പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിനും അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സസ് ഒക്കെ വരുന്ന സമയത്ത് കിട്ടുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു SPMA സെൽഫ് ഫിനാൻസിങ്ങിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ LBSൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജിലെ നിന്നും നിങ്ങൾക്ക് ട്രാൻസ്ഫർ വാങ്ങേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കോളേജസും LBSലെ എല്ലാ കോളേജസും ട്രാൻസ്ഫർ തരില്ല. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് മാറണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾ ഓൾറെഡി ഈ കാര്യം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ സംസാരിച്ച് എല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ SPMAയിൽ കിട്ടി എന്ന് വിചാരിച്ച് LBSന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വരാൻ വേണ്ടി സാധിക്കില്ല. LBSും SPMAയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതൊരു അസോസിയേഷൻ വഴി നടത്തുന്ന അലോട്ട്മെന്റ് ആണ്.
അതുപോലെ ഇവിടേക്ക് എത്രത്തോളം ഫീസാണ് വരുന്നത് എന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് വേണം നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. ഓൾറെഡി ഇതിന് മാത്രമല്ല LBSന്റേതായാലും നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരു 2-3 ദിവസത്തിനകം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് നഷ്ടപ്പെടുകയും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാതെ വരികയും ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട്. ക്യാഷും കാര്യങ്ങളും എല്ലാ കുട്ടികളും റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല കുട്ടികൾക്കും ക്യാഷ് അടയ്ക്കാൻ പറ്റാത്തത് കാരണം അഡ്മിഷൻസ് പോയിട്ടുണ്ട്. പല കുട്ടികളും വിചാരിക്കുന്നത് ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോളേജിൽ പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും കൊടുക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ പല കമന്റ്സും നമുക്ക് വന്നതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കുന്നത് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞ് കോളേജിലേക്ക് ഓരോ വർഷവും നിങ്ങൾ ഫീസ് അടച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും എല്ലാ വർഷവും ഫീസ് അടയ്ക്കേണ്ട. നമ്മുടെ SC ST OEC കാറ്റഗറിയിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നുകൂടി പറയുകയാണ്. അവർക്കൊക്കെ ഗ്രാൻസ് വഴി സ്കോളർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. LBS വഴി ഗവൺമെന്റിലൊക്കെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ. SPMന്റെ കൂടെ ഇതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറെ പേർക്ക് ഇതും ഡൗട്ട്സ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു വീഡിയോയിലും കൂടി അതൊന്ന് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ SPMയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫീസ് സ്ട്രക്ചർ, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്, അത് ബേസ് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടെ കാണാത്തവർ അത് ചെന്ന് കണ്ടു നോക്കുക. അതുപോലെ ഇതുവരെയും SPMയെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് അറിയാത്ത കുട്ടികൾ ഉണ്ടാവും. അവരോടും കൂടി പറയുകയാണ്, നിങ്ങൾക്ക് സെപ്റ്റംബർ 8 വരെ സമയമുണ്ട്. അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കണം എന്നത് നിർബന്ധമാണ്. കാരണം പിന്നീട് നമുക്കൊരു ഓപ്ഷൻ ആഡ് ചെയ്യാനോ റീഅറേഞ്ച്മെന്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും സാധിക്കുന്നതല്ല. അപ്പൊ ഈ ഡേറ്റ്സും കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഡിലേയോ അപ്ഡേഷൻസ് മാറി വരികയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് അപ്ഡേറ്റ്സ് കറക്റ്റ് സമയത്ത് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ അറിയുന്ന ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ നമ്മുടെ പുതിയൊരു ഫീച്ചർ ആണ് യൂട്യൂബിന്റെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൂടെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഹൈപ്പും കൊടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇത് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ് ഈ അസോസിയേഷൻ വഴി ഡൊണേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഡൊണേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോളേജിലെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻസ് എടുക്കില്ലേ, അതായത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് എടുക്കുന്ന കുട്ടികൾക്കാണ് ഡൊണേഷൻ വരുന്നത്. ഇത് അസോസിയേഷൻ വഴി തന്നെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൊണേഷൻ വരില്ല. LBSന്റെ സെൽഫ് ഫിനാൻസിംഗിൽ കിട്ടുന്നത് പോലെ തന്നെ അത്രയും ഫീസാണ് ഇവിടെയും വരുന്നുണ്ടാവുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.